പ്രിയപ്പെട്ടവരെ, ലോക നടപടികൾ ആരംഭിക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിച്ച് നമ്മുടെ പ്രസ്ഥാനത്തെ കല്ലേറുകൊണ്ടോ കൂക്കിവിളികൾ കൊണ്ടോ ഭീഷണികൾ കൊണ്ടോ തകർത്ത് കളയാമെന്ന് ആരെങ്കിലും വ്യാമോപിക്കുന്നുവെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ വന്ന ഒരു സഹപ്രവർത്തകനെ മുസ്ലിം ലീഗിന്റെ ഗുണ്ടകൾ വലിച്ചെറിഞ്ഞ കല്ലേറ് കൊണ്ടുകൊണ്ട് പരിക്കേറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. വളരെ വ്യക്തമായി മുസ്ലിം ലീഗിന്റെ ഗുണ്ടകളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ത്യ രാജ്യത്തെ ആദർശത്തിലൂടെ ആദർശത്തിലൂട്ടി വളർത്തിയ ഈ പ്രസ്ഥാനത്തെ കല്ലേറ് കൊണ്ട് തകർക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിന്റെ കാല് കയറ്റി തകർത്ത് കളയാമെന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ ആ വിശ്വാസം മൂഢന്മാരുടെ വിശ്വാസമാണ് എന്നോർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അറബിക്കടലിന്റെ അലമാലകൾ പോലെ ആ തലച്ചുകൊണ്ട് ഈ ഗ്രൗണ്ടിലേക്ക് കടന്നു വന്ന ഈ മനുഷ്യ മഹാസമുദ്രത്തെ കണ്ട് ആർക്കെങ്കിലും ഞെട്ടലുണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വരാനിരിക്കുന്ന നാളുകളിൽ നിങ്ങളുടെ ഞെട്ടലിന്റെ നാളുകൾ മാത്രമായി അവശേഷിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ഇബ്രാഹിം സുലൈമാൻ സാഹിബിന്റെ അനുയായികളാണ്. വളരെ വ്യക്തമായി പറയട്ടെ, ആദർശത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ പിഴഞ്ഞു മരിക്കേണ്ടി വന്നാൽ പോലും ഈ മുന്നേറ്റത്തിൽ പിറകോട്ട് പോകില്ല എന്നവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ സഹപ്രവർത്തകന്മാരോട് ഞാൻ പറയട്ടെ, നമ്മൾ പ്രതികാരത്തിന്റെ ആളുകളല്ല, സമാധാനകാംക്ഷികളാണ്. സേഠ് സാഹിബിന്റെ അനുയായികളാണ്, സുലൈമാൻ സാഹിബിന്റെ അനുയായികളാണ്. സമാധാനത്തിന് ശങ്കുലി വിളക്കിക്കൊണ്ട് ഈ സമ്മേളനം വിജയിപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കണം എന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. പരിപാടികൾ ആരംഭിക്കുക.